ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ബെസ്റ്റ് 5 ആപ്ലിക്കേഷൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ സെലക്ട് ചെയ്ത 5 ആപ്ലിക്കേഷനുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നും പറയാറുള്ളത് പോലെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജുണ്ട്. ആ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യാൻ സാധിക്കും. ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഈ പേജുകളുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ബെസ്റ്റ് 5 ആപ്ലിക്കേഷനിലേക്ക് കടക്കാം. എല്ലാ ആപ്ലിക്കേഷനുകളും ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കത്തില്ല. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എല്ലാ ആപ്ലിക്കേഷനുകളുടെയും ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കും. എന്നാൽ മിക്സ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഫസ്റ്റ് നമ്പറിലുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ ഇത് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ആപ്ലിക്കേഷനല്ല. ഇത് STI ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഇതൊരു ഫയൽ മാനേജറാണ്. ഫ്രീ ആപ്ലിക്കേഷനാണ്. 100% ഫ്രീ ആപ്ലിക്കേഷനാണ്. സാധാരണ ഫ്രീ ആപ്ലിക്കേഷനുകളിൽ അഡ്വർടൈസ്മെന്റുകൾ വരാറുണ്ട്. എന്നാൽ ഈ ഫ്രീ ആപ്ലിക്കേഷനിൽ അഡ്വർടൈസ്മെന്റുകൾ വരത്തില്ല. 100% ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങളുടെ ഫോണിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ഫയൽ മാനേജറിനേക്കാളും കൂടുതൽ ഫംഗ്ഷനുകൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തരും. ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ബുക്ക് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുകളിൽ. അതേപോലെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ SD സ്റ്റോറേജ്, വീഡിയോസ്, ഇമേജ്, ഡോക്യുമെന്റ്സ്, APK ഫയലുകൾ, നിങ്ങളുടെ ഫോണിൽ എത്ര APK ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ ഓൾ ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ഫയലുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സിസ്റ്റം ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും ഏതൊക്കെയാണ് സിസ്റ്റം ആപ്ലിക്കേഷൻ. അതേപോലെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ, യൂസർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഏറ്റവും താഴെ സൈഡിലായിട്ട് കുറെ ഓപ്ഷനുകളുണ്ട്. ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. സെർച്ച് ചെയ്ത് ഫയലുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ലുക്ക് മാറ്റി ഏതെങ്കിലും പുതിയ രീതിയിലേക്ക് ആക്കണമെങ്കിൽ അതിന് സാധിക്കും. ഫയലുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് മൊത്തം ഫയലുകളും ഒരുമിച്ച് സെലക്ട് ചെയ്യാം. അതിനുശേഷം കോപ്പി ചെയ്യാം, കട്ട് ചെയ്യാം. അങ്ങനെ കുറേയേറെ ഫംഗ്ഷനുകൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ ലഭിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഇതാണ് ഫസ്റ്റ് നമ്പറിലുള്ള ആപ്ലിക്കേഷൻ. ഇനി നമുക്ക് സെക്കൻഡ് നമ്പറിലുള്ള ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷന്റെ പേര് ആപ്പ് മാനേജർ 3 എന്നാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൺ മെമ്മറിയിൽ നിന്നും മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. സാധാരണ നമ്മുടെ ഫോൺ മെമ്മറിയിൽ നിന്നും മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ സെറ്റിംഗ്സിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് ഓരോന്നായി കണ്ടുപിടിച്ചാണ് മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാറ്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് മൂവബിൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇതേപോലെ മൂവ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ മൂവ് ആപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഫോൺ മെമ്മറിയിൽ നിന്നും മെമ്മറി കാർഡിലേക്ക് ഇതേപോലെ മൂവ് ചെയ്യാൻ സാധിക്കും. വളരെ ഹെൽപ്ഫുൾ ആകാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതും. നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇവിടെ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ മൂവ് ചെയ്യാനുള്ളൂ. അത് ഞാൻ ഇവിടെ മൂവിങ്ങിന് ഇട്ടിട്ടുണ്ട്. നോക്കുക, ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ മൂവ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. റീഫ്രഷ് ആവുകയാണ്. ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ മൂവ് ചെയ്തപ്പോൾ നോ മൂവബിൾ ആപ്ലിക്കേഷൻ ഫൗണ്ട് ഓൺ സ്റ്റോറേജ്. അതായത് ഫോൺ മെമ്മറിയിൽ ഇനിയും മൂവ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഒന്നും തന്നെ എൻ്റെ ഫോണിലില്ല. എല്ലാം ഞാൻ മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്തു. ഇനി തേർഡ് പൊസിഷനിലുള്ള ആപ്ലിക്കേഷനാണ് ആർട്സ്കേപ്പ്. പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും നല്ല ഒരു ആഡ് ബ്ലോക്കർ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനായിട്ട്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കാൻ സാധിക്കും. ഞാനിവിടെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം അക്സസിബിലിറ്റിയിൽ നിന്നും ഇതിൻ്റെ അക്സസിബിലിറ്റി എനേബിൾ ചെയ്യണം. ഞാനിവിടെ നിന്ന് ഇത് എനേബിൾ ചെയ്യുകയാണ്. എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇവിടെ നിന്നും ആപ്ലിക്കേഷനിൽ ആർട്സ്കേപ്പ് എന്നുള്ളത് എനേബിൾ ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. എന്നാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു പരിധിവരെ അഡ്വർടൈസ്മെൻറ്റുകൾ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഫോർത്ത് പൊസിഷനിലുള്ള ആപ്ലിക്കേഷനാണ് സൈഡ് ആപ്സ് ബാർ. ഞാനിവിടെ ഒന്നും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാണ്. ഇതൊരു പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനാണ്. ഇതിനു മുമ്പ് ഞാൻ പല ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, സൈഡ് ബാർ ആപ്ലിക്കേഷനുകൾ. എന്നാൽ ഇത് കുറച്ചുകൂടി നല്ലൊരു ആപ്ലിക്കേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ ഒന്ന് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും കാണിക്കുന്നത്. ഇതിൻ്റെ ചില ഇൻസ്ട്രക്ഷൻസ് ഇവിടെ എഴുതി കാണിക്കും, എങ്ങനെയാണ് നിങ്ങളിത് യൂസ് ചെയ്യേണ്ടതെന്ന്. സിമ്പിളാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഒരു സൈഡ് ബാർ നിങ്ങളുടെ ഫോണിൽ വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ആപ്ലിക്കേഷനുകൾ സെലക്ട് ചെയ്ത് ഓരോ ആപ്ലിക്കേഷനുകളിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്നും നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ, സൈഡ് ബാറിൽ വേണ്ട ആപ്ലിക്കേഷനിൽ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുക. നിങ്ങൾക്കത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറ്റി നിങ്ങൾക്ക് മറ്റ് ആപ്ലിക്കേഷനുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഓരോ ആപ്ലിക്കേഷനുകളായിട്ട് ഇവിടെ
ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മെസ്സഞ്ചർ ആഡ് ചെയ്തു. ഇനി ഈ ആപ്ലിക്കേഷനുകൾ കാണണമെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ബാറിൽ നിങ്ങൾക്കിവിടെ കാണാം നിങ്ങളിപ്പോൾ ആഡ് ചെയ്ത ആപ്ലിക്കേഷനുകൾ. അതേപോലെ ഇനി ഇതിൻ്റെ സെറ്റിങ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സെറ്റിങ്സ് മാറ്റി ചേഞ്ച് ചെയ്ത് പുതിയ ലുക്കുകൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കുക. ഇനി ഇതൊന്ന് ബാക്ക് ചെയ്ത് നോക്കുകയാണ് ഞാൻ. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സൈഡ് ബാർ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്ത് ഇത് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഓപ്പൺ ആക്കി നോക്കുക. നിങ്ങൾ ആഡ് ചെയ്ത ആപ്ലിക്കേഷനുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഞാനിപ്പോൾ മെസ്സഞ്ചർ ഓപ്പൺ ആക്കി നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ആക്കണമെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ആക്കാം. ഒരു ആപ്ലിക്കേഷനിൽ നിന്നും മറ്റൊരു ആപ്ലിക്കേഷനിൽ എത്താനായിട്ട് എപ്പോഴും ബാക്ക് പോയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓരോ പുതിയ ആപ്ലിക്കേഷനുകളിൽ എത്താൻ സാധിക്കും. ഇനി 5th നമ്പറിലുള്ള ആപ്ലിക്കേഷൻ കോർണർ ഫ്ലൈ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഞാനിത് ഇവിടെ നിന്നും ഓപ്പൺ ആക്കിയാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത ഇപ്പോൾ നിങ്ങൾക്കിവിടെ എൻ്റെ ഫോണിൻ്റെ കോർണർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 4 കോർണറും ചതുരത്തിലാണ് വന്നിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ കോർണർ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അക്സസിബിലിറ്റി എനേബിൾ ചെയ്യണം. ഞാനിവിടെ നിന്നും ഇതിൻ്റെ അക്സസിബിലിറ്റി എനേബിൾ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ കോർണറുകൾ ചേഞ്ച് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ബോട്ടം മാത്രം മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി ഇതിൻ്റെ കോർണറുകൾ നിങ്ങൾക്ക് റൗണ്ട് ആക്കാൻ സാധിക്കും. ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. നോക്കുക, ഇത് പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ഇതിൻ്റെ ആ ഫംഗ്ഷന് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. 5 ആപ്ലിക്കേഷനുകൾ ഞാൻ പരിചയപ്പെടുത്തി. ഈ 5 ആപ്ലിക്കേഷനുകളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളായിരിക്കും. എല്ലാ ആപ്ലിക്കേഷനുകളുടെയും ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.